ഹായ് ഓൾ, എയിംമോസിൻ്റെ അടുത്ത ഒരു വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ കാസ്റ്റിഗ്ലിയാനോ തിയറവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറേ കൂടി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്നത് കാരണമാണ് ഞാനിപ്പോൾ വീണ്ടും കുറച്ച് ന്യൂമറിക്കൽസായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലെക്ചേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ തുടർന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലെക്ചേഴ്സ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെക്ചറിലേക്ക് പോകാം. ഇന്ന് ഞാൻ കാസ്റ്റിഗ്ലിയാനോ തിയറം വെച്ചുകൊണ്ടുള്ള കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ്, കുറച്ച് ഒരു അത്ര ഫെമിലിയർ അല്ലാത്ത ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ ഒരു പ്രോപ്ഡ് ക്യാൻഡിലിവർ ബീം തന്നിട്ടുണ്ട്. പ്രോപ്ഡ് ക്യാൻഡിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പ്രോപ്ഡ് ബീം എന്ന് പറയുന്നത്. ഈ പ്രോപ്ഡ് ബീം ഇവിടെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റിയാക്ഷൻ അറ്റ് ദി സപ്പോർട്ട്. ഈ പ്രോപ്ഡ് ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ എത്രയായിരിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദി സപ്പോർട്ട് റിയാക്ഷൻ ഫോർ ദി പ്രോപ്ഡ് ക്യാൻഡിലിവർ ബീം. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം, അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ലോഡ് സെൻട്രലല്ല, അൺസിമെട്രിക് ആയിട്ട്, അതായത് നമുക്ക് ഫിക്സഡ് എൻഡിൽ നിന്നും എ ഡിസ്റ്റൻസ് അകലെയും ഫ്രീ എൻഡിൽ നിന്ന് ബി ഡിസ്റ്റൻസ് അകലെയാണ് ലോഡ് പി ഇരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് ആക്കി ചെയ്യാൻ പറ്റും. ഒന്ന് എ മുതൽ പി വരെയുള്ള സെക്ഷനും ദെൻ പി മുതൽ ബി വരെയുള്ള രണ്ടാമത്തെ സെക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പ്രോബ്ലത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എ മുതൽ പി വരെയുള്ള സെക്ഷൻ 1ഉം ദെൻ ഇത് സെക്ഷൻ 2. അപ്പോൾ നമുക്കറിയാം, സപ്പോർട്ട് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്കെന്ത് കാണും, സപ്പോർട്ട് റിയാക്ഷൻ കാണാം. ആ സപ്പോർട്ട് റിയാക്ഷനാണ് നമ്മുടെ ഇവിടുത്തെ അൺനോൺ എന്ന് പറയുന്നത്. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ വരച്ചു, സോ ദിസ് ഈസ് ആർ. സോ ആർ ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ. വി നീഡ് ടു ഫൈൻഡ് ദി സപ്പോർട്ട് റിയാക്ഷൻ ആർ. ഫോർ ദാറ്റ് ഞാൻ എ പി എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സെക്ഷൻ കാണിച്ചു. അപ്പം എനിക്ക് രണ്ട് സെക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ എഴുതാൻ പറ്റും അവർ സ്ട്രെയിൻ എനർജി യു. Strain energy U is nothing but U1 plus U2. U1 plus U2. So U1 means strain energy of the section AP and U2 means strain energy of the section PB. So total strain energy will be strain energy of section AP plus strain energy of section PB. So first section ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുന്നത്, സ്ട്രെയിൻ എനർജി ഉണ്ടാകുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കാരണമായിരിക്കും. അപ്പം ആദ്യത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ഇപ്പം ഞാൻ ഇത്രയും സെക്ഷൻ ഹൈഡ് ചെയ്ത് വെച്ചാൽ പി എന്ന് പറയുന്ന സെക്ഷൻ, പി എന്ന് പറയുന്ന പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ സെക്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു ഒറ്റ ലോഡ് മാത്രമേ ഉള്ളൂ. ഈ ലോഡ് കാരണം ഈ ബീം എന്ത് ആയിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് ആയിരിക്കും, ബെൻഡി ആയിരിക്കും. അപ്പം സോ ദ റിയാക്ഷൻ ഫോഴ്സ് ആർ വിൽ ട്രൈ ടു ബെൻഡ് ദി ബീം എ പി എന്ന് പറയുന്ന ബീമിൻ്റെ സെക്ഷനെ ബെൻഡ് ചെയ്യിക്കാനായിട്ട് നോക്കും. സോ ഇവിടെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രെയിൻ എനർജി ഈസ് ഡ്യൂ ടു ബെൻഡിങ് മൊമെൻറ്റ്. സോ ഇഫ് യു കൺസിഡർ ദി സെക്ഷൻ 1 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സെക്ഷൻ 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എനിക്ക് നോക്കിയേ U1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എഴുതാം ഇൻ്റഗ്രൽ m²/2EI × dx. അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണം, എനിക്ക് ഈ എം വാല്യൂ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അറ്റ് എനി സെക്ഷൻ, ഞാൻ എന്താ ഇവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യുന്നു. സോ അറ്റ് എനി സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദി ഫ്രീ എൻഡ്. അപ്പോൾ നമുക്കിവിടെ എം വാല്യൂ ഫോർ ദി സെക്ഷൻ 1 എം വാല്യൂ നോക്കി ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും, ആർ എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ ആണ്. സോ ആർ ഇൻറ്റു എക്സ്. സോ ആർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോർ ദി സെക്ഷൻ 1. സോ വി ക്യാൻ റൈറ്റ് U1 can be written as integral എക്സിൻ്റെ വേരിയേഷൻ ഇവിടെ നിന്നിട്ട് എക്സ് ഇവിടെ 0 ആണ്. 0 മുതൽ ഇവിടെ സെൻറ്റർ പോയിന്റ് സി എന്ന് വിളിക്കുന്നത്, സി വരെയുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ 0 to b. സോ ഇൻ്റഗ്രൽ 0 to b r²x² ഡിവൈഡഡ് ബൈ 2EI × dx. m², so r²x². So on solving this we will get a simple integration of r²/2EI constant r x² dx. Integral x² dx is x³/3 limit 0 to b. So b³/3. 3 × 2 is 6. So this can be written as r²b³/6EI.
സോ ദിസ് ഈസ് ദ സ്ട്രെയിൻ എനർജി ഫോർ ദി ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് സെക്ഷൻ്റെ സ്ട്രെയിൻ എനർജി വേണം. സെക്കൻഡ് സെക്ഷനിൽ എന്തായിരിക്കും, അവിടെ 2 ലോഡുകൾ ഇതുവരെ ചെയ്തതിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, കുറച്ച് വ്യത്യസ്തമാണ്. കാര്യം R എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ ബീമിനെ അപ്വേർഡ് ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യിക്കാൻ നോക്കുന്നു. P എന്ന് പറയുന്നത് ബീമിനെ ഡൗൺവേർഡ് ഡയറക്ഷൻ, 2 ഓപ്പോസിറ്റ് സെൻസാണ്. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, അതായത് സാഗിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പോസിറ്റീവായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ആലോചിക്കുക ചിരിക്കുന്ന മുഖം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ചിരിക്കുന്ന സ്മൈലി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ചിരിക്കുന്ന സ്മൈലി. സോ ഏതെങ്കിലും ലോഡ് ബീമിനെ ആക്ട് ചെയ്യുമ്പോൾ ആ ലോഡ് കാരണം ബീം ബെൻഡ് ചെയ്യുന്ന ഷേപ്പ് ഇതാണ് വരുന്നതെങ്കിൽ അത് എന്തായിട്ടായിരിക്കും, ആ ലോഡ് കാരണമുള്ള മൊമെൻറ്റ് എന്തായിരിക്കും, പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് ഒരു ലോഡ് കാരണം ബീം താഴേക്ക് കരയുന്ന പോലെയാണ്, സാറ്റ് സ്മൈലി ആണ് വരുന്നതെങ്കിൽ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, നെഗറ്റീവ് ബെൻഡിങ് മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ട്രിക്കാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഓർക്കാനുള്ള ഒരു എളുപ്പത്തിന്. അതേ പ്രിൻസിപ്പിൾ ഇവിടെ നോക്കണേലേക്ക് എൻ്റെ R എന്ന് പറയുന്ന ലോഡ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബീം എങ്ങനെ ആയിരിക്കും വരുന്നത്, ഇത് R എന്ന് പറയുന്ന സാധനം ആക്ട് ചെയ്യുമ്പോൾ ബീം അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന പോലെ വരാൻ പോകുന്നത്. സോ R എന്ന് പറയുന്ന ലോഡ് നമുക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും തരുന്നത്. എന്നാൽ P എന്ന് പറയുന്ന ലോഡോ, P ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം P ഡൗൺവേർഡ് ആക്കുമ്പോൾ ബീം താഴേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. സോ P വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ബെൻഡിങ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് നേച്ചറാണ്. അപ്പോൾ എനിക്ക് എന്ത് വേണം, സെക്കൻഡ് സെക്ഷനിലെ മൊമെൻറ്റ് വേണം. മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. പക്ഷേ ഇവിടെ ഞാൻ C മുതൽ ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ പുതിയൊരു വേരിയബിൾ, കാര്യം X ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇവിടെ X1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക്, ഈ സെക്ഷനിൽ നിൽക്കുന്ന ഒരാൾ നോക്കിയാൽ P കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്, R കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ട്. R കാരണം ഉണ്ടാകുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ് ബീം ബെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. P കാരണം ഉണ്ടാകുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. സോ ഫോർ ദി സെക്ഷൻ 2വിനെ സംബന്ധിച്ച് അപ്പോൾ എൻ്റെ മൊമെൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി R കാണാം. R ഈ സെറ്റ് ഡിസ്റ്റൻസ് നോക്കി ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ആണ്. സോ B പ്ലസ് X1. സോ അപ്പോൾ എനിക്ക് R ഇൻറ്റു B പ്ലസ് X1, അത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് പ്ലസ്. ഇനി എന്തുണ്ട്, P ഉണ്ട്, P ഇൻറ്റു X1 എന്ന് പറയുന്നത് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് X ആണ്. സോ P ഇൻറ്റു X1, അത് പക്ഷേ നെഗറ്റീവ് ബെൻഡിങ്. സോ മൈനസ് PX1. സോ ഇതായിരിക്കും എൻ്റെ സെക്കൻഡ് സെക്ഷനിലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ എനർജി U2 ഈക്വൽ ടു എന്തെഴുതാം, ഇൻ്റഗ്രൽ X1 എവിടെ തൊട്ട് എവിടെ വരെ വരെ നമുക്ക് 0 മുതൽ A വരെ. സോ 0 to A m²/2EI ഇൻറ്റു dx അല്ല ഇവിടുത്തെ വേരിയബിൾ X1. സോ dx1. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 to A R ഇൻറ്റു B പ്ലസ് X1 മൈനസ് PX1. This is m²/2EI into dx. So this is the strain energy for the second section. നിങ്ങൾക്ക് ഇത് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഓരോ ടൈം എഴുതി അതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് തരാം. ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഞാനിത് അതുപോലെ എഴുതി. നമ്മൾ അടുത്ത കണ്ടിന്യൂഷൻ വരുമ്പോൾ ഞാൻ പറയാം എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് U1 കിട്ടി, U2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫോർ ദിസ് ബീം ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, U1 പ്ലസ് U2 ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതി. സോ total strain energy U equal to U1 plus U2. സോറി, ഞാൻ പെന്ന് യൂസ് ചെയ്ത് അത്രയും ക്ലാരിറ്റി വരാൻ തോന്നുന്നില്ല. സോ ഞാൻ മാർക്കർ തന്നെ യൂസ് ചെയ്യാം. സോ U is equal to U1 plus U2. സോ U1 plus U2 ആണ് സ്ട്രെയിൻ എനർജി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്നോട് ചോദിച്ചിരിക്കുന്നത് സപ്പോർട്ട് റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് സ്ട്രെയിൻ എനർജി കിട്ടി. അപ്പോൾ ലോഡും റിയാക്ഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് കാസ്റ്റിഗ്ലിയാനോ തിയറം. ലോഡും റിയാക്ഷനും അല്ല, ലോഡിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും സ്ട്രെയിൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് തിയറം, സെക്കൻഡ് തിയറം. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ തിയറം എന്തായിരിക്കും നോക്കി, ഇത് ഫ്രീ എൻഡ് ആയിരുന്നെങ്കിൽ എനിക്കിവിടെ എന്തുണ്ടായാലും ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തേക്കോ. ദാറ്റ് മീൻസ് ഈ പി കാരണം എന്ത് ചെയ്യുന്നില്ല, ഈ ഫ്രീ എൻഡിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ എനിക്ക് ബൈ ഡിഫോൾട്ടായിട്ട് എഴുതാം. സപ്പോർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. വി നോ ദാറ്റ് ഡെൽറ്റ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ എ വാല്യൂ വിൽ ബി
0. ഇനി ഡെൽറ്റ എ കണ്ടുപിടിക്കാൻ ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഡെൽറ്റ എ മീൻസ് ഡിഫ്ലക്ഷൻ അറ്റ് എ പോയിന്റ് എ ഈസ് ഗിവൺ ബൈ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ സൈൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദി കറസ്പോണ്ടിങ് ലോഡ്. ഇവിടുത്തെ ലോഡ് എത്ര? 6. അങ്ങനെയാണെങ്കിൽ ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം എനിക്ക് എഴുതാം ഡെൽറ്റ എ ഈസ് നത്തിങ് ബട്ട് ഡോ യു ബൈ ഡോ ആർ, so which is equal to 0. So since it is a propped beam, the deflection at the support will be 0. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ എഴുതാം? അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? അപ്പോൾ എനിക്ക് എഴുതാം ഡോ ബൈ ഡോ ആർ ഓഫ് u1 പ്ലസ് u2 മസ്റ്റ് ബി 0. സോ അപ്പോൾ u1 u2 വാല്യൂ നമുക്കറിയാം. അപ്പോൾ u1 ഞാൻ എഴുതി, u1 എത്ര ആയിരുന്നു? സോ ഡോ ബൈ ഡോ ആർ ഓഫ് u1 വാല്യൂ നമുക്ക് കിട്ടിയത് ആർ സ്ക്വയർ ബി ക്യൂബ് ബൈ 6a ആയിരുന്നു. സോ ദാറ്റ് വാല്യൂ, സോ u1 പ്ലസ് u2 വാല്യൂ നമ്മൾ എങ്ങനെ എഴുതിയ? ഞാൻ ഇൻ്റഗ്രൽ അതുപോലെ തന്നെ ഇട്ട് വെച്ചേക്കുമായിരുന്നു, അതുപോലെ തന്നെ എഴുതേണ്ട. ഇൻ്റഗ്രൽ 0 to a നമുക്ക് എമ്മിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു കിട്ടിയ? r ഇൻറ്റു x1 പ്ലസ് b minus px1 the whole square divided by 2ei into dx1 the whole equal to 0. സംശയമുണ്ടോ? this is u1 and this is u2. u1 u2 എഴുതി അതിനെ ആറോട് ഡെറിവേറ്റീവ് എടുക്കുന്നത് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ei എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ നിന്ന് 2ei കോമൺ എടുത്താൽ കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും 2a പോയി കഴിയുമ്പോൾ എത്ര വരും? 3 വരും. ഇത് ഫുള്ളും പോയി. അപ്പോൾ ഫസ്റ്റ് ടൈമിനകത്ത് ആർ സ്ക്വയർ അത് സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2r ഇൻറ്റു ബി ക്യൂബ് ബൈ 3 എന്ന് വരും. സോ ഫസ്റ്റ് ടൈം ബിക്കംസ് 2r ഇൻറ്റു ബി ക്യൂബ് ബൈ 3. സോ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടി 2r ഇൻറ്റു ബി ക്യൂബ് ബൈ 3. ദെൻ അടുത്ത ടൈമിൽ എന്ത് വരും? ഇതിനെ ഡോ ബൈ ഡോ ആറിനെ ഞാൻ ഇൻ്റഗ്രലിനകത്തേക്ക് കൊണ്ടുവരുന്നു. സോ ഇൻ്റഗ്രൽ 0 to a ഡോ ബൈ ഡോ ആർ ഓഫ് r ഇൻറ്റു x1 പ്ലസ് b മൈനസ് px1 the whole square equal to 0. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ എന്ത് വരും? സോ ഫസ്റ്റ് ടൈം അതുപോലെ എഴുതി. ഫസ്റ്റ് ടൈമിനെ ഞാൻ ഇതുപോലെ തന്നെ എഴുതി. സോറി, കുറച്ച് ലാഗ് വരുന്നുണ്ട്. സോ എനിക്കപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയേ. ഫസ്റ്റ് ടൈം അതുപോലെ എഴുതുക. 2r ഇൻറ്റു ബി ക്യൂബ് ബൈ 3 പ്ലസ് ഇതിനെ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു dx ബൈ dx ആ ഫോം പോലെ തന്നെ. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to a അത് അതുപോലെ തന്നെ എഴുതി. ആദ്യം എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ, ഇത് മൊത്തം എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആയിരുന്നു. 2 ഇൻറ്റു എക്സ് വാല്യൂ എത്ര ആയിരുന്നു? r ഇൻറ്റു x1 പ്ലസ് b മൈനസ് px1 ഇൻറ്റു dx ബൈ dx. ഇതിനെ വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഡെറിവേറ്റ് എടുക്കുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആറിലെ ഡെറിവേറ്റ് എടുക്കുന്ന ഫസ്റ്റ് ടൈമിനകത്ത് എന്ത് വരും? 1 ഇൻറ്റു x1 പ്ലസ് b മൈനസ് 0 അത് പോയി. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇൻറ്റു dx1. ഇവിടെ dx1 ഉണ്ട്. dx1 ഈക്വൽ ടു 0. സോ ഓൺ സിംപ്ലിഫൈയിങ് വി ഗെറ്റ് r b ക്യൂബ് ബൈ 3 പ്ലസ് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to a എന്ത് വരും? 2 ടൈംസ് ഇതേ ഇൻറ്റു ഇത്. സോ r ഇൻറ്റു x1 പ്ലസ് b the whole square minus px1 into x1 plus b of dx1 equal to 0. ഞാനിപ്പോൾ ഇത്രയും ഇതായിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും വേണമെങ്കിലും ചെയ്യാൻ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കിട്ടിയാൽ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള ഇത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2r b ക്യൂബ് ബൈ 3 പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. സോ r ഇൻറ്റു
x1 square plus b square plus 2x1b a plus b the whole square minus ഇത് expand ചെയ്യുമ്പോൾ എന്താ p x1 into x1 x1 square minus p x1b of dx1 equal to 0. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. സോ നെക്സ്റ്റ് ബിക്കംസ് rb ക്യൂബ് ബൈ 3 പ്ലസ് ഇനി ഇതിനകത്ത് ഞാൻ നോക്കി x1 ടേമിലൊന്ന് വെച്ചാൽ ഇവിടെ x1 ടേം ഉണ്ട്, ഇവിടെ x1 ടേം ഉണ്ട്. സോ r മൈനസ് പി, സോ r മൈനസ് പി ഇൻറ്റു x1 സ്ക്വയർ. ഇനി നോക്കി x1b ആ രണ്ട് ടേമുകളുണ്ട്. അപ്പോൾ ഇതിനെ ക്ലബ് ചെയ്ത് ഇവിടെ അപ്പം തരും 2r. സോ പ്ലസ് 2r മൈനസ് പി ഇൻറ്റു x1b പ്ലസ് r b സ്ക്വയർ ഓഫ് dx integral 0 to a equal to 0. So dx1. Okay, then ഇതിനെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ആർ ബി ക്യൂബ് ബൈ 3 പ്ലസ് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തരും ആർ മൈനസ് പി ഇൻറ്റു x1 സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് x1 ക്യൂബ് ബൈ 3 ലിമിറ്റ് a 0 to a. അപ്പോൾ ലോവർ ലിമിറ്റിൻ്റെ കാര്യത്തിൽ അപ്പർ ലിമിറ്റ് a മാത്രം അപ്ലൈ. അപ്പം x1 ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ a ക്യൂബ് ബൈ 3. സോ ഇൻറ്റു a ക്യൂബ് ബൈ 3 പ്ലസ് സെക്കൻഡ് ടൈം എന്ത് വരും 2r മൈനസ് പി കോൺസ്റ്റൻറ്റ് ഇൻറ്റു x1 ഇൻറ്റു ബി, ബിയും കോൺസ്റ്റൻറ്റ്. x1 ഇൻ്റഗ്രേറ്റ് ചെയ്ത് x1 സ്ക്വയർ ബൈ 2 x1 സ്ക്വയർ ബൈ 2. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സോ ഇൻറ്റു a സ്ക്വയർ ബൈ 2 ശരിയല്ലേ, പ്ലസ് ആർ ബി സ്ക്വയർ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് 1 എന്ന് പറഞ്ഞാൽ x1 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു a ഈക്വൽ ടു 0. സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്താ വേണ്ട, ആറാ വേണ്ട. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എല്ലാം ഒരു സൈഡിൽ എഴുതുക, ബാക്കി എല്ലാത്തിനെയും അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ട്. അപ്പോൾ ഓരോ ടൈമിനും ശ്രദ്ധിച്ച് എഴുതുക. ഫസ്റ്റ് ടൈമിൽ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് 6ൻ്റെ ടൈം മാത്രം എഴുതി 6 ഇൻറ്റു ബി ക്യൂബ് ബൈ 3 പ്ലസ് ഇതിൽ നിന്ന് 6ൻ്റെ ടൈം എഴുതാൻ എങ്ങനെ എഴുതാം 6 എ ക്യൂബ് ബൈ 3. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മൈനസ് പി എ ക്യൂബ് ബൈ 3 അത് ഈക്വൽ ടുവിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്തായി പോസിറ്റീവ്. സോ ഈക്വൽ ടു ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം പി എ ക്യൂബ് ബൈ 3. അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതി, സെക്കൻഡ് ടൈം എഴുതി. നോ തേർഡ് ടൈം അവിടെ 6ൻ്റെ ടൈമിന് ഇവിടെ തന്നെ എഴുതി. അപ്പോൾ എന്താ വരുന്നത് പ്ലസ് 2r ഇൻറ്റു ബി എ സ്ക്വയർ ബൈ 2 കൂടെയുള്ള മൈനസ് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി പി ഇൻറ്റു എ സ്ക്വയർ ബി ബൈ 2 പ്ലസ് ഇനി ഇവിടെ എന്ത് മാത്രമേ ഇവിടെ ബാക്കിയ ബി സ്ക്വയർ. ശരിയല്ലേ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ ഇവിടെ നിന്ന് 6ൻ്റെ ടൈമെല്ലാം ഞാൻ ഇവിടെ നിന്ന് ഒരു 3 കൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 6 കോമണും എടുത്തു. സോ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് വിത്ത് 3 ആൻഡ് ടേക്കിംഗ് ഔട്ട് r as കോമൺ. സോ വി ഗെറ്റ് r ഇൻറ്റു ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 2 പോയായിരുന്നു. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 എ സ്ക്വയർ ബി പ്ലസ് ഇവിടെ എന്തിനും 3 എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എ ക്യൂബ്. ത്രൂ ഔട്ടാണ് 3, അപ്പോൾ 3/3 പോയി പ്ലസ് 3/2 ഇൻറ്റു പി എ സ്ക്വയർ ബി. ഈ ടൈം നോക്കിയേ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? സോ ആർ ഇൻറ്റു എ പ്ലസ് ബി. So r into a plus b the whole cube is equal to p a cube plus എന്ത് വരും 3/2 p a square b. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു p 2p a cube പ്ലസ് 3p a square b ഡിവൈഡഡ് ബൈ 2. ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു p a square കോമൺ എടുക്കുന്നു. p a സ്ക്വയർ കോമൺ എടുത്തു. സോ പി എ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ടൈമിനകത്ത് തരും 2a പ്ലസ് 3b ഡിവൈഡഡ് ബൈ 2. സോ ദെയർഫോർ ഇതിൽ നിന്ന് 6 എഴുതാം. സോ ദെയർഫോർ r ഈക്വൽ ടു പി എ സ്ക്വയർ ഇൻറ്റു 2a പ്ലസ് 3b ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a പ്ലസ് b ദ ഹോൾ ക്യൂബ്. സോ ദിസ് ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ r. നിങ്ങൾക്ക് പ്രോബ്ലം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ സിമിലർലി ഇവിടെ എൻ്റെ പ്രോപ്പർട്ടി ക്യാൻഡിലിവർ ബീമിൽ ഞാൻ എന്താ ഒരു പോയിന്റ് ലോഡും
സപ്പോർട്ടും ആയിരുന്നു കൊടുത്തതെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ് ഇൻഡെക്സ് കെ ഉള്ള ഒരു സ്പ്രിങ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോടുള്ള ക്വസ്റ്റ്യനും ഇത് തന്നെയായിരിക്കും. എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? വാട്ട് വിൽ ബി ദ സ്പ്രിങ് ഫോഴ്സ് ആർ? ഇവിടെ ഞാൻ സ്പ്രിങ് ഫോഴ്സിനെ ആറായിട്ട് റെപ്രസെൻറ്റ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്പ്രിങ് ഫോഴ്സ്? ഇത് എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്പ്രിങ് എന്ന് പറയുന്ന സാധനം നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്ന സാധനം, റീസ്റ്റോറിങ് എലമെൻ്റ് ആണ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രിങ്ങിനകത്തും സ്ട്രെയിൻ എനർജി ഉണ്ട്, ബീമിനകത്തും സ്ട്രെയിൻ എനർജി ഉണ്ട്. അപ്പം ഞാൻ പറയാം സ്പ്രിങ് ഡെവലപ്പ് ചെയ്യുന്ന സ്പ്രിങ് ഫോഴ്സ് ഞാൻ പറയുന്നു ലെറ്റ് ഇറ്റ് ബി ആർ. ആറാണെങ്കിൽ ബൈ ഡെഫിനിഷൻ സ്പ്രിങ് അറിയാം, നമുക്കറിയാം സ്പ്രിങ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന F=kx പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്പ്രിങ് ഫോഴ്സ് ഞാൻ ഇവിടുത്തെ സ്പ്രിങ് ഫോഴ്സ് ആർ എന്നും പറഞ്ഞ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ആർ ക്യാൻ ബി റിട്ടൺ ആസ് ആർ ഇൻറ്റു ലെറ്റ് ഡെൽറ്റ ബി ദ ഡിഫ്ലക്ഷൻ. അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് ആറും ഡിഫ്ലക്ഷൻ ഡെൽറ്റ ആയിട്ട് എഴുതി എനിക്ക് എഴുതാം F=kx എന്ന് പറയുന്നില്ല, R=k ഡെൽറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഡെൽറ്റ എന്ത് തരാം, R/k എന്ന് എഴുതാം. ഇപ്പോൾ സ്പ്രിങ്ങിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ട്രെയിൻ എനർജി ഇൻ സ്പ്രിങ് സേ U1 എങ്ങനെ പഠിച്ചിട്ടുണ്ട്, ½kx² എന്ന് പഠിച്ചിട്ടുണ്ടോ? Spring energy is ½ kx² അല്ലെങ്കിൽ ½ Fx എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം എന്താ പോയിന്റ് ഫോഴ്സ് ആണെങ്കിൽ അപ്പോൾ എനിക്ക് സ്ട്രെയിൻ എനർജി എന്താണ് ½ ഇൻറ്റു ഫോഴ്സ് R ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റേനെ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു, കാര്യം ഡെൽറ്റ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ R ഇൻറ്റു R/k, സോ R ഇൻറ്റു R², സോ R²/2k എന്നും പറഞ്ഞ് എനിക്ക് എന്ത് വരും, U1 എന്ന് പറയുന്ന എൻ്റെ സ്ട്രെയിൻ എനർജി ഇൻ സ്പ്രിങ് വരും. ദെൻ ഇനി അറ്റ് എനി സെക്ഷൻ, ഇനി ബീമിലെ സ്ട്രെയിൻ എനർജി ഞാൻ പറയാം അറ്റ് എനി സെക്ഷൻ എക്സ്, എനിക്ക് മൊമെൻറ്റ് M= കണ്ടുപിടിക്കണം. M= ഇവിടെ സ്പ്രിങ് ഫോഴ്സ് R ഉണ്ട്. സോ R അപ്വേർഡ് ഡയറക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്രിങ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പം അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, R ഇൻറ്റു എക്സ്. സോ ഇവിടെ സ്പ്രിങ് ഫോഴ്സ് R ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ബീം മുകളിലേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ R ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സ്പ്രിങ് ഫോഴ്സ് ഉണ്ട്, മൈനസ് ഇവിടെ എന്തുണ്ട്, ഇത്രയും ലെങ്തിൽ UDL ഉണ്ട്. UDLൻ്റെ നെറ്റ് ലോഡ് എത്ര ആയിരിക്കും, W ഇൻറ്റു എക്സ്. ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും, എക്സിൻ്റെ പകുതിയിൽ. സോ മൊമെൻ്റ് എത്ര ആയിരിക്കും വരുന്നത്, RX മൈനസ് WX²/2. So this is the bending moment for the beam. So U2 value, that is bending moment in the beam value, will be integral limit എത്ര, 0 മുതൽ L വരെ. So 0 to L m² is Rx minus WX²/2 the whole square divided by 2a. അപ്പോൾ ഇവിടെയും നോക്കി, ഇതിനകത്തും ആറിൻ്റെ ടേം ഉണ്ട്, ഇതിനകത്തും ആറിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി നമുക്ക് U= നേരത്തെ എഴുതിയ പോലെ തന്നെ തൊട്ട് മുന്നേ ചെയ്തപ്പോൾ U1 + U2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി എത്രയാണെന്ന് കിട്ടും. ഇവിടെ ആലോചിച്ച് നോക്കി, സ്പ്രിങ് വെച്ചിരിക്കുന്നത് നമുക്ക് ഫ്രീ എൻഡിൽ എന്തില്ല, ഡിഫ്ലക്ഷൻ ഇല്ല. സ്പ്രിങ് ആണ്ടുണ്ടാകുന്ന ചെറിയ ഡീഫോർമേഷൻ, അത് നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്താൽ, അപ്പം അറ്റ് ദി ഫ്രീ എൻഡ് എനിക്ക് വീണ്ടും എഴുതാൻ എന്താ, ∂U/∂R എന്താകണം, 0 ആകണം. അപ്പം തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഈ ടോട്ടൽ സ്ട്രെയിൻ R കൊണ്ട് ഡെറിവേറ്റ് എടുത്താൽ =0 കൊടുക്കും. അതിൽ നിന്ന് ആറിൻ്റെ ടൈം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. സോ യു വിൽ ഗെറ്റ് ദി സ്പ്രിങ് ഫോഴ്സ് R. സോൾവ് ചെയ്ത് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ ഇത് ഇത്രയും വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 പ്രോബ്ലംസ് തരുവാണ്. 2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്ന് ഈ ഒരു പ്രോബ്ലമാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ ചോദിക്കുക, എൻ്റെ ടെലിഗ്രാം ചാനൽ വഴി ചോദിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അറിയാൻ പറ്റത്തുള്ളൂ. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. ക്ലൂ ഞാൻ പറയാം, ഇതിനകത്തും ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനൊരു സെൻട്രൽ ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പുറം സിമെട്രിക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു സൈഡിൻ്റെ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കി, CBയും ഈ സെക്ഷനും ഇത് രണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ, അതായത് ലെങ്ത് a/2. ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര തന്നെ എടുക്കുക അവർ പറഞ്ഞെടുക്കുക, a/2. അപ്പോൾ 2 എലമെൻ്റ് ഉണ്ട്, ഏതാ, CBയും EDയും രണ്ടും സെയിം സാധനമാണ്. അപ്പോൾ 2 ടൈംസ് ആയിരിക്കും വരുന്നത്. രണ്ടിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കി, അറ്റ് എനി സെക്ഷൻ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എത്ര ആയിരിക്കും വരുന്നത്,
എക്സ് പി എക്സ് ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ അവിടെ എനിക്ക് ഇൻ്റഗ്രൽ 0 to a/2 പി എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2ei ഇൻറ്റു ഡി എക്സ്. അപ്പോൾ u1 എന്ന് പറയുന്ന സി ബിയിലെയും ഇ ഡിയിലെയും കിട്ടി. പിന്നെ ഇവിടെ ആരുണ്ട്? സി ഡി ഉണ്ട്. സി ഡിയെ സംബന്ധിച്ച് ഈ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയേ. ഈ സി നിൽക്കുന്ന ഒരാൾക്ക് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് a/2, ഇവിടെ നിന്നാലും a/2, ഇവിടെ നിന്നാലും a/2, ഇവിടെ നിന്നാലും a/2. ശരിയല്ല. അപ്പം സെക്കൻഡ് സെക്ഷൻ സി ഡി എന്ന് പറയുന്ന സെക്ഷനിൽ എൻ്റെ എം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് എന്തായിരിക്കും? PA/2 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ 0 to b, ഇവിടെ വെർട്ടിക്കൽ സെക്ഷൻ 0 to b വെച്ചിട്ട് അവിടുത്തെ എന്ത് ചെയ്യുക? സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ∂u/∂p വെച്ചിട്ട് കണ്ടുപിടിച്ച് വെക്കുക. u1 ഉം u2 കിട്ടി. u1 u2 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജിയായി. ∂u/∂p ചെയ്യുമ്പോൾ എനിക്ക് എയിലെ അല്ലെങ്കിൽ ബിയിലെ എന്ത് കിട്ടും? ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കുക. ദെൻ അടുത്തൊരു പ്രോബ്ലത്തിൽ ഇതൊരു ട്രസ്സും ഒരു സ്ട്രക്ചറൽ മെമ്പറാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഡി ബി ഡി ആൻഡ് സി ഡി ആർ 3 ഇലാസ്റ്റിക് മെമ്പേഴ്സ് കണക്റ്റഡ് ബൈ സ്മൂത്ത് പിൻസ്. ഓൾ ദി മെമ്പേഴ്സ് ഹാവ് സെയിം ഏരിയ ആൻഡ് AD and CD has 1 meter length. Find out the deflection under the load W. ഈ ഡബ്ല്യുവിൻ്റെ കീഴിലുള്ള ഡിഫ്ലക്ഷൻ. അപ്പോൾ അവർ രണ്ട് ഡയറക്ഷനിലേക്ക് എനിക്ക് എന്ത് വരുന്നുണ്ട്? ഡിഫ്ലക്ഷൻ ആണ്. Δ1 വെർട്ടിക്കൽ ഡിഫ്ലക്ഷന് Δ2 ആയിട്ടും പോസിറ്റീവ് y ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ Δ2ഉം പോസിറ്റീവ് x ഡയറക്ഷനിലേക്കുള്ള ഡിഫ്ലക്ഷൻ Δ1ഉം ആയിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ 3 മെമ്പറാണ് AD BD CD. ഇതും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനൽ വഴി ചോദിക്കുക. കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലൊക്കെ പറയുന്ന പോലെ എക്സാം പോസ്റ്റ്പോൺ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാനോ ഒന്നും ചാൻസ് ഇല്ല. പലരും ഇങ്ങനെ ഫേക്കായിട്ടുള്ള ന്യൂസൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. സെമിസ്റ്റർ എക്സാം ഇല്ല, പ്രൊമോഷൻ കൊടുത്ത് ഡയറക്റ്റ് അടുത്ത സെമിസ്റ്ററിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ വളരെ എന്താണ് ഫേക്കായിട്ടുള്ള ന്യൂസാണ്. അതൊന്നും വിശ്വസിച്ച് ആരും പഠിക്കാതിരിക്കരുത്. സിറ്റുവേഷൻ എങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സെൽഫ് പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും സമയമൊന്നും വേസ്റ്റ് ആക്കരുത്. പല അധ്യാപകരും ഇതുപോലുള്ള പല ലെക്ചർ വീഡിയോസും എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇതെല്ലാം സ്റ്റുഡൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം അവർ കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങളും കാണിക്കുക. നിങ്ങൾ വീടുകളിൽ ഇരുന്ന് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാത് അധ്യാപകരോടെ സഹായം തേടുക. എൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സബ്ജക്റ്റിന് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ലെക്ചറുമായിട്ട് ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു.